മുഖ്യമന്ത്രിക്കും CPM-നും നേരെ ഒരു വ്യാജ പാരഡി ഗാനമുണ്ടാക്കി പ്രചരിപ്പിച്ചവരാണ്. സ്വർണം കെട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞുകൊണ്ട്. എത്ര വലിയ നീചമായ അസത്യമാണ്. ഇതിനെ വിശേഷിപ്പിക്കാൻ വൈലോപ്പള്ളിയുടെ വരികളെ പറ്റുള്ളൂ. ഒഴുകും അശ്രുനീരിനാൽ കഴുകിടേണ്ട കന്മഷം അഴുകുമീ അസത്യമാം വിഷത്തിനാൽ പുതയ്ക്കയോ എന്ന് വൈലോപ്പള്ളി ഒരു കവിതയെ ചോദിച്ചിട്ടുണ്ട്. അഴുകുന്ന അസത്യമാകുന്ന വിഷം കൊണ്ടാണ് ഇവർ പുതയ്ക്കുന്നത്. സഖാക്കൾ, ഈ പാർട്ടി ഇവർക്ക് അറിഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് ഒരാളെന്ന് കണ്ടാൽ ഏത് നിലവാരത്തിൽപ്പെട്ടവരുടെ പേരിൽ നടപടിയെടുക്കും. EMS പറഞ്ഞിട്ടുണ്ട്, എന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്ന്. ജനറൽ സെക്രട്ടറി ആയിരുന്ന BTR-ൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. VS മുഖ്യമന്ത്രിയും പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവരുടെ രണ്ടുപേരുടെയും പേരിൽ നടപടിയെടുത്തിട്ടുണ്ട് പാർട്ടിയുടെ PB. ഈ പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കാതാണ് സ്വർണം കെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ പാർട്ടിയുടെ 4 അയലത്ത് നിൽക്കാൻ CPIM അനുവദിക്കുമോ? ഇങ്ങനെ നടപടിയെടുക്കാൻ ആർക്കു നേരെയും അവരുടെ തെറ്റിൻ്റെ ഗുരുലഹത്വം നോക്കി അതിനനുസരിച്ചിട്ടുള്ള നടപടിയെടുക്കാൻ തയ്യാറായിട്ടുള്ള പാർട്ടി എന്നുള്ളത് ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കള്ള ആഖ്യാനങ്ങൾ ജനമധ്യത്തിൽ പ്രചരിപ്പിച്ച, അതിപ്പോൾ ഏറ്റവും അവസാനം രാഹുൽ ഗാന്ധി ഇതേ വ്യാജ പാരഡി ഗാനം പാടുകയാണ്. എവിടേക്കാണ് ശ്രീ രാഹുൽ ഗാന്ധി നിങ്ങളുടെ കേരളത്തിലെ നേതാക്കന്മാർ വലിച്ച് താഴേക്ക് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം എന്നാണ് രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത്. കനകോലുവിനോട് എനിക്ക് പറയാനുള്ളത്. കാര്യം അവരാണല്ലോ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു കാലത്ത് ഘോരഘോരം വാദിച്ചിരുന്ന മുൻ സാംസ്കാരിക മന്ത്രി കൂടിയായ MA ബേബിയാണ് ഒരു പാട്ടിനെതിരെ ഇത്രയും ഒരു പാട്ട്, അത് കോൺഗ്രസിൻ്റെ ആകാം BJP-യുടെ ആകാം, ഒരു പാട്ട് LDF-നെതിരെ ഉപയോഗിച്ചു എന്നുള്ളത് ഇത്ര വലിയൊരു തെറ്റാണോ? അവർ എന്ത് പാട്ടല്ല, ഇതൊരു വ്യാജ ആഖ്യാനമാണ്. കള്ളം, സാഹിത്യത്തിനൊരു കള്ളമുണ്ട്. അത് കവികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ചില കള്ളം പറയും. എന്തിനാണ് കള്ളം പറയുന്നത്? അത് സത്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് സാഹിത്യത്തിൽ സാധ്യമാണ്. ഇവിടെ രാഷ്ട്രീയമായി ഒരു വലിയ അസത്യ പ്രസ്താവന ഒരു പാരഡി ഗാനമായി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി പൊരുതി ഈ അഭിപ്രായ സ്വാതന്ത്ര്യമെല്ലാം ഉള്ള ഒരു നാടായി കേരളത്തെയും ഇന്ത്യയും പരിവർത്തിപ്പിക്കുന്നതിൽ സംഭാവന ചെയ്തൊരു പാർട്ടി കള്ളന്മാരുടെ പാർട്ടിയാണെന്ന അത്യന്തം അപകടകരമായ ആഖ്യാനം വർഗീയവാദികൾക്കും ചൂഷകർക്കും ചൂഷകപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും മാത്രം സന്തോഷമുണ്ടാക്കുന്ന ഒരു ആഖ്യാനം. ആ ആഖ്യാനം അത് വളരെ അപകടകരമാണ്. അത് കേരള സ്റ്റോറി പോലെയാണ്. സിനിമ ആവിഷ്കരിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പക്ഷേ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹീനമായ യഥാർത്ഥ കേരളത്തെ അല്ലാത്ത മറ്റൊരു കേരളത്തെ അവതരിപ്പിക്കുന്ന ഒരു സിനിമ, എല്ലാ സിനിമയും. പക്ഷേ അവിടെ ഞാൻ പറയുന്നത് അങ്ങനെ കേരള സ്റ്റോറി ഉണ്ടാകുമ്പം അത് തുറന്നു കാണിക്കുന്ന വേറൊരു സിനിമയാണ് എടുക്കേണ്ടത്. ഈ പാരഡി ഉണ്ടാകുമ്പോൾ സത്യം വിളിച്ചു പറയാനുള്ള പാരഡി ഗാനവും ഉണ്ടാക്കണം. പക്ഷേ ഇങ്ങനെ പാരഡി ഗാനത്തിലൂടെ ഇവർ അസത്യം പ്രചരിപ്പിച്ചു എന്നുള്ളത് ഞങ്ങൾ പറയണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയും അവരുടെ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും മതരാഷ്ട്രവാദം ഉന്നയിക്കുമ്പോൾ അത് RSS-ൻ്റെ ഹിന്ദുരാഷ്ട്രവാദത്തിന് ന്യായവും യുക്തിയും പകരുകയാണ് ചെയ്യുക. അവിടെ നിങ്ങളൊരിക്കലും RSS-നെ എതിർക്കുന്നത് RSS-ൻ്റെ മാതൃകയിലാകാൻ പാടില്ല. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയോട് ഒന്നാമതായി പറയുന്നത്. ന്യൂനപക്ഷത്തിൻ്റെ സംഘടനകളിൽ അപകടകരമാണ് ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും. പക്ഷെ ഇത് പറയുമ്പോൾ ഞങ്ങളൊരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും മതരാഷ്ട്രവാദവും വർഗീയ നിലപാടുകളും RSS-ൻ്റെ ഇതുപോലെ തന്നെ അപകടകരമാണെന്നല്ല ഞങ്ങൾ പറയുന്നത്. എല്ലാ വർഗീയതയും ഏത് മതരാഷ്ട്രവാദവും അപകടകരമാണ്. പക്ഷേ നെഹ്റു ചൂണ്ടിക്കാണിച്ചതുപോലെ ഭൂരിപക്ഷ മതത്തിൻ്റെ പേരിലുള്ള വർഗീയതയും മതരാഷ്ട്രവാദവും ഫാസിസത്തിലേക്ക് പോകാം. പക്ഷേ ന്യൂനപക്ഷം ഇതുപോലെ മതരാഷ്ട്രവാദം ഉന്നയിക്കുകയും വർഗീയമായി സംഘടിക്കുകയും ചെയ്യുമ്പോൾ അത് ആപത്താണ്, അപകടകരമാണെങ്കിലും അത് ഫാസിസമായി രൂപപ്പെടുന്ന പ്രശ്നമില്ല. അപ്പം ഓരോ ആപത്തിൻ്റെയും ഗൗരവം എത്രമാത്രമാണ് എന്നുള്ളത് അനുപാതരഹിതമായി ഞങ്ങൾ പറയില്ല, CPIM പറയില്ല. ഇനി SDP ആണല്ലോ പ്രശ്നം, അതിലേക്ക് വരാം. SDP-യും RSS-നെ എതിർക്കാൻ RSS-ൻ്റേതായ ചില മാതൃകകൾ, വളണ്ടിയർ മാർച്ചുകൾ, ആയുധ പരിശീലനം, ആയുധം ഉപയോഗിച്ചിട്ടുള്ള പ്രതികാരങ്ങൾ, ഇതെല്ലാം അപകടത്തിലേക്ക് RSS-നെ സ്വയം ന്യായീകരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് SDP അതിൻ്റെ പ്രവർത്തന ശൈലിയും രീതികളും ആകെ മാറ്റി
ജനാധിപത്യ പ്രവർത്തന മാതൃക നിങ്ങൾ പിന്തുടരണം. ഇതാണ് പാർട്ടിയുടെ സമീപനം. ഇന്നത്തെ നിലയിലുള്ള SDP പ്രവർത്തനത്തെ പാർട്ടി വിമർശിക്കുകയാണ്, പാർട്ടി രേഖകളിൽ വിമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് SDP ഒരു തരത്തിലുള്ള ചർച്ചയോ രാഷ്ട്രീയമായിട്ടുള്ള സഹകരണമോ ധാരണയോ ഒന്നും ഉണ്ടാക്കാൻ CPIM-നോ LDF-നോ കഴിയുകയില്ല എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം അവർ സ്വതന്ത്രമായിട്ടൊരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് ആ തീരുമാനം? ആ തീരുമാനം RSSകാരൻ നിയമസഭയിലേക്ക് ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം BJP സംസ്ഥാന പ്രസിഡൻറ്റ് വലിയ പണം ചാക്കുകൾ കെട്ടയിച്ചുകൊണ്ട് വീണ്ടും BJPക്ക് നിയമസഭയിൽ ഒരു അംഗം അവിടെ നിന്നുണ്ടാവണം, മുമ്പുണ്ടായിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ആളെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ വോട്ട് ഉപയോഗിക്കും. ആ ആളെ തോൽപ്പിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് ഇപ്പോൾ അവിടുത്തെ MLA മന്ത്രിയുമായിട്ടുള്ള ആൾക്കാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാനുള്ള അവകാശമുണ്ട്, അത് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പറയുമ്പോൾ പാർട്ടിക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. ഇല്ലില്ല. SDPI RSSനെതിരായിട്ട് LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ പറ്റിയ ആളുകളല്ല. നിങ്ങളുടെ വോട്ട് സ്വീകരിച്ചുകൊണ്ട് ജയിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ആലോചിക്കാനേ പറ്റില്ല. നിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. എന്നാലും അവർ വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ചില സുഹൃത്തുക്കളുടെ ചോദ്യം ചെയ്യലിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കിയാൽ ഞാനും ശിവൻകുട്ടിയും എല്ലാം കൂടെ അവിടെ പോയി ക്യൂവിൽ നിൽക്കണം. SDP-ക്കാർ വല്ലൊരു വോട്ട് ചെയ്യാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ LDF വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞവരാണ്, നിങ്ങൾ വോട്ട് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതെല്ലാം വളരെ വിചിത്രമായ വാദങ്ങളാണ്, വിദണ്ഡവാദങ്ങളാണ്. എന്നാൽ SDP രാഷ്ട്രീയം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് അവിടെ SDP സ്ഥാനാർത്ഥി നിർത്തിയപ്പോൾ UDF അഭ്യർത്ഥിച്ചു നിങ്ങൾ പിന്മാറണമെന്ന്. അപ്പോൾ UDF-ഉം SDP-യും തമ്മിലൊരു രാഷ്ട്രീയ ഇടപെടൽ നടക്കുകയാണ്. UDF-ൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് SDP കാസർഗോട്ടെ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പത്രമാധ്യമങ്ങളിലൊരു ചർച്ചാ വിഷയമേ ആവുന്നില്ല. രണ്ട് പാർട്ടികൾ പരസ്പരം ബന്ധപ്പെട്ട് ഒരു ധാരണയുണ്ടാക്കിയിരിക്കുന്നു. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ പിൻവലിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിയമ സീറ്റിൽ SDP സ്വമേധയാ വോട്ട് പ്രഖ്യാപിച്ചതാണ്. ഇനി ഞാൻ പറയും, RSSൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ച ഒരു RSSകാരൻ RSSൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് വോട്ട് ചെയ്യാൻ വന്നാൽ അത് വേണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റും കിട്ടുകയില്ല. കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് അവർക്ക് നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ രാഷ്ട്രീയമായി അവരെ തുറന്നു കാണിക്കാനും ഒറ്റപ്പെടുത്താനും LDF-ആണ് മുഖ്യമായ പങ്ക് വഹിച്ചത്. എന്നാൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ വീണ്ടും അവസരം കൊടുത്തുകൊണ്ട് അതിൽ നിന്നും തങ്ങൾക്ക് കോൺഗ്രസിനും UDF-നും എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് അവർ ആരായുമോ അന്വേഷിക്കുമോ പരിശ്രമിക്കുമോ എന്നുള്ള വലിയൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിന് കാരണം ഇപ്പോൾ തൃശ്ശൂരിലെ മറ്റത്തൂർ പഞ്ചായത്തിൽ BJPയും കോൺഗ്രസും കൂടി പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും പങ്കുവെച്ചുകൊണ്ട് ഒരുമിച്ച് ഭരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ പഞ്ചായത്ത് തലത്തിൽ ഇതുണ്ട്. കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷൻ UDF-ന് തന്നേക്കാം, അതിൽ സഹകരിക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് തന്നാൽ മതി എന്ന അടിസ്ഥാനത്തിലുള്ള ഒരു ഏർപ്പാട് നടന്നിട്ടുണ്ട്. ആ ഏർപ്പാട് നടന്നിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് മറ്റൊരുപാട് കണക്കുകളും ഘടകങ്ങളും ഉണ്ട്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്കറിയാം, BJP 50% സീറ്റ് നേടിയ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ BJP അവിടെ സഹകരിച്ചിട്ടുണ്ട്. ഇവിടെ UDF-ന് കൊല്ലം കോർപ്പറേഷൻ ജയിക്കാൻ വേണ്ട സഹായം ചെയ്തു കൊടുത്ത BJPക്ക് കൊല്ലം കോർപ്പറേഷനിലെ അവരുടെ സീറ്റിൻ്റെ എണ്ണം BJPയുടെ സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാൻ കോൺഗ്രസും UDF-ഉം തിരിച്ച് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ കയ്യൊതുക്കത്തോടുകൂടി ഈ ഡീല് നടപ്പാക്കാൻ കോൺഗ്രസും അതുപോലെ BJPയും ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തയ്യാറായി. മറിച്ച് BJPയുടെ കയ്യിൽ നിന്ന് 12 മുനിസിപ്പാലിറ്റി BJPയെ തോൽപ്പിച്ചുകൊണ്ട് പിടിച്ചെടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ വല്ലതും സംഭവിക്കുമോ, 1991 വടകര ബേപ്പൂർ മോഡൽ പോലെ, ആ ആശങ്ക എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ തുറന്നു പറയുന്നുമുണ്ട്. അതായത് BJP വളരുന്നത് കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ ഒരു സ്പേസിലേക്കാണ്, UDF-ൻ്റെ സ്പേസ് ഈറ്റ് ചെയ്തുകൊണ്ടാണ് എന്നാണോ താങ്കൾ കരുതുന്നത്? ഇന്ത്യയിൽ ഉടനീളം BJP വളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. ആസാമിലെ മുഖ്യമന്ത്രി ആസാമിലെ കോൺഗ്രസ് നേതാവായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ആസാമിൽ നിന്ന് കോൺഗ്രസിന് ലോക്സഭയിൽ 3 അംഗങ്ങളാണുള്ളത്. അതിലൊരു ലോക്സഭാംഗം കോൺഗ്രസിൻ്റെ ലോക്സഭാംഗത്വം
വേണ്ടെന്ന് വെച്ചുകൊണ്ട് BJP-യുടെ അസംബ്ലി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. അപ്പം ഇന്ത്യ ഒട്ടാകെ എടുത്ത് നോക്കുമ്പോൾ BJP-യുടെ ഒരു ഫീഡർ ഓർഗനൈസേഷൻ പോലെ കോൺഗ്രസ് പലയിടത്തും പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ളത് സ്ഥിതിവിവര കണക്കുകൾ വെച്ചുകൊണ്ട് നോക്കാൻ കഴിയും. അപ്പോൾ കേരളത്തിൽ BJP-ക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത് ഒന്ന് തൃശ്ശൂർ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ്, മറ്റൊന്ന് നേമം, അവിടെ UDF-ൻ്റെ വോട്ട് BJP സ്ഥാനാർത്ഥിക്ക് കിട്ടിയതുകൊണ്ടാണ്. അപ്പോൾ ഈ അനുഭവം ഉള്ളതുകൊണ്ട് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് എന്തെങ്കിലും ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യം കേരള രാഷ്ട്രീയ രംഗത്ത് ഗൗരവത്തോടുകൂടി ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അങ്ങിപ്പോൾ പറഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനിൽ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. LDF-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിലേക്കാണ് BJP കടന്നു കയറിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ൻ്റെ വോട്ടുകളും BJP-ക്ക് കിട്ടിയെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. LDF-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ചിലയിടത്ത് BJP ജയിച്ചിട്ടുണ്ട്. അത് അവിടെ കോൺഗ്രസിൻ്റെ വോട്ടും കൂടി BJP-ക്ക് കിട്ടിയതുകൊണ്ടാണ്, അല്ലാതെ LDF-ൻ്റെ സ്വാധീനം കുറഞ്ഞതുകൊണ്ടല്ല. പക്ഷേ LDF-ൻ്റെ തന്നെ CPI-യുടെ 2-ഉം CPM-ൻ്റെ 3-ഉം MLA-മാർ ex-MLA-മാരായ 3 പേർ BJP-യിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഈ ഇലക്ഷനിൽ തന്നെ. ഈ മുഖ്യമായും കോൺഗ്രസിൻ്റെ മുൻ ജനപ്രതിനിധികളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് BJP വളർന്നുകൊണ്ടിരിക്കുന്നത്. 100-ലധികം മുൻ കോൺഗ്രസ് നേതാക്കന്മാർ ലോക്സഭയിലെ BJP അംഗങ്ങളായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ പ്രവണത കേന്ദ്ര യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം ഉപയോഗിച്ചുകൊണ്ട് മറ്റു പാർട്ടികളിൽപ്പെട്ടവരെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വശത്താക്കുക എന്നുള്ള BJP-യുടെ തന്ത്രം മുഖ്യമായും കോൺഗ്രസിനെ പോലുള്ള ഭരണവർഗ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. പക്ഷേ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM എന്നുള്ളതുകൊണ്ട് ഈ പാർട്ടിയിലെ ചില പ്രവർത്തകരിൽ ഇത്തരം പ്രവണതകൾ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതൊരു പൊതുപ്രവണതയല്ല, ഒറ്റപ്പെട്ട പ്രവണതകളാണ്. അതിനെതിരായിട്ട് പാർട്ടി കൂടുതൽ ജാഗ്രത പാലിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് BJP ന്യൂനപക്ഷ വിരുദ്ധ ആക്രമണം നടത്തുന്ന പ്രസ്ഥാനമാണ്. അവരെ പ്രലോഭനങ്ങൾ കൊണ്ടും ഭീഷണി കൊണ്ടും വശത്താക്കാനാണ് കേക്കൊക്കെ ആയിട്ട് ഈ BJP നേതാക്കന്മാർ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നതും അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നതും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ന്യൂനപക്ഷത്തോട് പെരുമാറിയിട്ടുള്ളതും CPM-ഉം ഇടതുപക്ഷവും ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളോട് ഇടപെട്ടിട്ടുള്ളതും പരിശോധിച്ചാൽ ഒരിക്കലും കോൺഗ്രസിന് പോലെ നിലപാടെടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന് ഏറ്റവും വലിയ ആഘാതമേറ്റ സംഭവമാണ് ബാബറി മസ്ജിദ് തകർന്നത്, ബാബറി മസ്ജിദിനെ തകർത്തത്. അതിൽ കോൺഗ്രസിൻ്റെ പങ്കെന്താ? RSS-ഉമായിട്ടുണ്ടായ ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രീ രാജീവ് ഗാന്ധിയാണ് അവിടെ ശിലാന്യാസം നടത്താൻ അനുവാദം കൊടുത്തത്. ആദ്യത്തെ ആഘാതം. സുപ്രീം കോടതി പറഞ്ഞു ഇത് സംബന്ധിച്ച കേസ് കേട്ടപ്പോൾ അവിടെ ദൂരെ എന്തെങ്കിലും ഒരു ഭജനമൊക്കെ നടത്തിയിട്ട് പോകാം, അതല്ലാതെ ബാബറി മസ്ജിദ് സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് സംരക്ഷിക്കപ്പെടാൻ വേണ്ട എല്ലാ നടപടികളും എടുക്കാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. RSS-ഉമായിട്ടുള്ള നരസിംഹറാവുവിൻ്റെ ഡീലിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബറി മസ്ജിദ് സംരക്ഷിക്കാൻ സുപ്രീം കോടതിയുടെ വിധിയുടെ ബലം ഇന്ത്യയിലെ സൈനികരുടെയും അർദ്ധസൈനികരുടെയും മുഴുവൻ വ്യൂഹത്തെ സ്വന്തം കമാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ചലിപ്പിക്കാനുള്ള ഭരണാധികാരം, പ്രധാനമന്ത്രി പദം അതുള്ള ആൾ ഈ ബാബറി മസ്ജിദ് പൊളിക്കുന്ന സമയത്ത് പൂജാമുറിയിൽ കയറി കഥകടച്ചിരിക്കുകയാണ് ചെയ്തത്. RSS-ഉമായിട്ടുള്ള ഡീലിൻ്റെ ഭാഗമായി ബാബറി മസ്ജിദ് തകർക്കുക. ഇതെല്ലാമാണ് ന്യൂനപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുണ്ടായ അവർക്ക് ആഘാതമായി തീരുന്ന സംഭവവികാസങ്ങൾ.